താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവാൻ ലോകമെങ്ങുമുള്ള ക്രിസ്തുവിശ്വാസികളിൽ നിന്നും ഇതേ സഹനം ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുക. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നമ്മെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാൾ ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരും. അതിനായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നാം വെറും യാത്രക്കാരാണ് ഈ ലോകത്ത്. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അതെ, നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ രക്ഷകനായ യേശു വീണ്ടും വരും. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ദൈവജനം മാത്രം അറിയും. ദൈവേഷ്ടം നിറവേറും. നന്മ ചെയ്തവർ നിത്യജീവനിലേക്കും തിന്മ ചെയ്തവർ നിത്യനരകാഗ്നിയിലേക്കും അയക്കപ്പെടും. ഇതാണ് രക്ഷാകര ചരിത്രം. നമ്മുടെ ഈശോ, ഏകരക്ഷകനായ യേശു, ഇതിനായിട്ടാണ് പിതാവിനാൽ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. നമുക്ക് സ്ഥലമൊരുക്കാൻ, നമ്മെ അവിടുത്തെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ രക്ഷകനായ യേശു വീണ്ടും വരും. നമുക്ക് ഒരുങ്ങി ഇറങ്ങാം. ആ വിളിക്കായി നമുക്ക് കാത്തിരിക്കാം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, യേശു ആരെന്നറിയാൻ അവിടുത്തെ സ്നേഹം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഈ പ്രദേശത്തുള്ള നിങ്ങൾക്കെല്ലാവർക്കും, ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്